സേവന രംഗത്ത് വളരെ ശ്ലാഘനീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പത്തനാപുരത്തെ ഗാന്ധി ഭവൻ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയ വിവരം ഞാനിപ്പോഴാണ് അറിയുന്നത്. വളരെയേറെ സന്തോഷം. അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്തെ ഓണത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ഓണത്തെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മയും അന്ന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളും കൂട്ടുകാരോടൊത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അന്യോന്യം സംസാരിക്കുകയും അതിനുവേണ്ടി എന്തെല്ലാം ആസൂത്രണം ചെയ്യണമോ അതൊക്കെ ചെയ്തു വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ചെറുപ്പത്തിൽ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അന്ന് ഈ പുതിയ ഉടുപ്പ്, പുതിയൊരു ട്രൗസറും ഷർട്ടും ഒക്കെ ലഭിക്കും. അതൊക്കെ ഇട്ടിട്ട് വേണം ആഘോഷിക്കാൻ. ഞാൻ ഓർക്കുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം ചേർന്ന് ഒരു നടപ്പുണ്ട്. ചെറിയ നടപ്പല്ല, വളരെ മൈലുകളോളം നടന്നു പോകുന്ന ഒരു നടപ്പ്. തളിപ്പറമ്പിൽ നിന്ന് പട്ടുവം എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ നടക്കും. അത് അന്ന് ഇന്ന് കിലോമീറ്റർ എന്ന് പറയും, അന്ന് ഒരു 4 മൈൽ 4-4.5 മൈലുണ്ട്. അവിടം വരെ നടക്കും. നടന്നു പോയാൽ അവിടെ ഒരു പുഴയാണ്, വലിയ പുഴയാണ്. അത് നമ്മുടെ അടുത്തുനിന്ന് തുടങ്ങുന്നത് കുപ്പം മുതൽ പഴയങ്ങാടി പോയി അവസാനിക്കുന്ന ഒരു വലിയ നീണ്ട പുഴ. അതിനു മുമ്പേ വളപട്ടണം മുതലേ വരുന്നുണ്ട് ആ പുഴ. അങ്ങനെ പട്ടുവത്തുനിന്ന് ബോട്ടിൽ കയറി പഴയങ്ങാടി വരെ പോയി ആ പഴയങ്ങാടി ഒന്ന് കറങ്ങി വന്ന് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ബോട്ടിൽ കയറി നേരെ കുപ്പം എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി. പട്ടുവത്തല്ല, കുപ്പം കുറച്ചുകൂടി അടുത്താണ്. പിന്നെ അവിടുന്ന് വളരെ കുറച്ചേ ദൂരമുള്ളൂ വീട്ടിലേക്കെത്താൻ. അങ്ങനെ കുപ്പം പുഴയുടെ കരയിൽ ഇറങ്ങിയിട്ട് നടന്നു വരും. ഇതാണ് ശീലം. അപ്പോഴത്തേക്കും ഒരുപാട് സമയമാകും. 2 മണി കഴിയും, ചിലപ്പോൾ 2:30 മണിയൊക്കെ ആവും. അതുവരെ കാത്തിരിക്കും വീട്ടിലുള്ളവരെല്ലാം. ഞാൻ വരുന്നത് വരെ കാത്തിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സദ്യ ഉണ്ണുന്നത് ഒരു ഓർമ്മ. പിന്നെ കൂട്ടുകാരോടൊത്ത് വീണ്ടും വൈകുന്നേരം ചിലവഴിക്കുന്നതും ഇതൊക്കെ അന്നത്തെ ഒരു രസകരമായ അനുഭവമായിരുന്നു. ഷൂട്ടിംഗ് കാലത്തെ ഒരനുഭവം ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ് പടമെന്ന് എനിക്ക് ഓർമ്മയില്ല. കോന്നിയിലെ ഒരു കാട്ടിലായിരുന്നു ഷൂട്ടിംഗ്. ആ ജീപ്പിലേ പോകാൻ പറ്റും. ജീപ്പിൽ പോയി അവിടെ രാവിലെ മുതലേ ഷൂട്ടിംഗ് തുടങ്ങി ഉച്ചയായപ്പോൾ ഞങ്ങൾ ഓണമാണ്, എന്ത് ചെയ്യും ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയായല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ജീപ്പിൽ വരുന്നു എല്ലാ സാമഗ്രികളുമായിട്ട്. വലിയ ഇലകളായിട്ട് വരുന്നു. കൊണ്ടുവന്ന് അവിടെ ഒരു ചെറിയൊരു കുടിലുണ്ടായിരുന്നു. ആ കുടിലിൻ്റെ ഒരു മുറ്റം, ആ മുറ്റം ചാണകം മെഴുകിയ ഒരു മുറ്റമാണ്. അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഇല വെച്ച് സദ്യയുണ്ട്, എല്ലാ വിഭവങ്ങളോടും കൂടി 2 പായസവുമായിട്ട് അതിഗംഭീരമായി. ആ പ്രൊഡ്യൂസർ അപ്പോൾ അതിൻ്റെ കൂടെ വന്നു. പ്രൊഡ്യൂസറും ഡയറക്ടറും ഞങ്ങൾ എല്ലാവരും സകല മെമ്പേഴ്സും ഒരുമിച്ചിരുന്ന് അന്ന് സദ്യയുണ്ട്. ആ ഒരു അനുഭവം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇതിന് മുമ്പും ഓണത്തിന് സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം അന്നൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ടൗണിൽ വെച്ചായിരിക്കും. അപ്പോൾ അത് സർവ്വസാധാരണമായി തീരും. പക്ഷെ നമ്മുടെ കുടുംബം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ടാവും. ഒരു പ്രത്യേക അനുഭവമായിട്ട് തോന്നിയിരുന്നില്ല. ഈ ഒരു അനുഭവം, കാട്ടിൽ വെച്ചുള്ള ഈ ഒരു അനുഭവം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. മറ്റൊരു അനുഭവം ഗാന്ധിഗ്രാമിലെ അനുഭവമാണ്. അവിടെ ഞാൻ 4 വർഷം പഠിച്ചതാണ്. മധുരയ്ക്കടുത്തുള്ള ഗാന്ധിഗ്രാം. മധുരയാണ്, മധുരയല്ല, നോർത്തല്ല, തമിഴ്നാട്. ആ ഗാന്ധിഗ്രാമിൽ 4 വർഷം പഠിച്ചു. പലപ്പോഴും ഓണത്തിന് ഞാനും എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, തീർച്ചയായിട്ടും ഓണത്തിന് ലീവായിരിക്കും. അപ്പോഴും വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി ഓണം ആഘോഷിക്കാറാണ് പതിവ്. അത് ഇങ്ങനെ തുടർന്ന് നടക്കാറുണ്ട്. വീട്ടിൽ പോകാറില്ല, വീട് ഒരുപാട് അകലെ ആയതുകൊണ്ട്. ഒരു തവണ ഗാന്ധിഗ്രാമിൽ വെച്ച് തന്നെ, ഗാന്ധിഗ്രാമിൽ എപ്പോഴും ആഘോഷിക്കുന്നുണ്ട്, ഗാന്ധിഗ്രാമിൽ വെച്ച് തന്നെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ളൊരവസരം എനിക്കുണ്ടായി. അന്ന് ഉച്ചയ്ക്കത്തെ ആഹാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ
ഉച്ചക്കത്തെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്ത് പിന്നെ നാടകം ഉണ്ടാവും. ആ നാടകത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. പലപ്പോഴും പിന്നെ തമിഴായാലും മലയാളമായാലും അതിൽ നാടകത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇത് ഈ ഒരു ഉച്ചക്കത്തെ ആഹാരം എന്ന് പറയുന്നത് ഒരു വലിയ വലിയ ഹാളുണ്ട്, വളരെ വലിയ ഹാൾ. അവിടെ വെച്ചാണ് വൈകുന്നേരത്തെ സ്പീച്ച് നടക്കുന്നത്. നമ്മുടെ ഈ ഗാന്ധിഗ്രാമത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ചെയർമാനും എല്ലാറ്റിൻ്റെയും എല്ലാമായ ജി രാമചന്ദ്രൻ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ ശിഷ്യനായ ജി രാമചന്ദ്രൻ, അദ്ദേഹം എന്നും വൈകുന്നേരങ്ങളിൽ ഒരു 6:30-ക്ക് ശേഷം അദ്ദേഹം നമ്മളോട് പ്രസംഗിക്കാറുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചായിരുന്നു സദ്യ. അന്ന് ഒരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, അന്ന് എൻ്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ വി കെ കൃഷ്ണമേനോൻ വന്ന സമയമായിരുന്നു. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റി, ഓണം ആഘോഷിക്കാൻ പറ്റി. അതൊരു വലിയ സംഭവമായി എനിക്കിന്നും ഓർമ്മയുണ്ട്. ഇനി ഡൽഹിയിലെ എൻ്റെ ജീവിതം, അവിടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാനുള്ള അവസരമുണ്ടായത്. 3 വർഷം അവിടെ പഠിച്ചു. പക്ഷേ ഈ 3 വർഷവും ഞാൻ താമസിച്ചത് ഒരു മലയാളി മെസ്സിലായിരുന്നു. അത് ഞങ്ങളുടെ സ്കൂളിന് ഇൻസ്റ്റിറ്റ്യൂട്ടിനടുത്ത് തന്നെയുള്ള ഒരു മെസ്സാണ്. ആ മെസ്സിൽ വെച്ച് ഓണാഘോഷം നടക്കും. എല്ലാ ഓണത്തിനും അന്ന് സദ്യ വളരെ ഗംഭീരമായ സദ്യയാണ് ഒരുക്കുന്നത്. അന്ന് പൊതുവേ ആ സമയത്തുള്ള ഡൽഹിയിലുള്ള മാക്സിമം കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഇവരൊക്കെ അവിടെ വന്ന് ഊണ് കഴിക്കുമായിരുന്നു. അതിലെനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത പേരുകൾ ഓംശേരി, അദ്ദേഹത്തിൻ്റെ വൈഫ് ലീല ഓംശേരി, ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. വളരെയധികം അടുത്ത ബന്ധമായിരുന്നു അവരുമായിട്ട് ആ സമയത്ത്. അപ്പോൾ അവരോടൊപ്പം ഇരുന്ന് സദ്യ ഉണ്ണാനുള്ള അവസരം എനിക്ക് ലഭിച്ചത്. അതുപോലെ വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. എം മുകുന്ദൻ, പിന്നെ കാക്കനാടൻ, ഒ വി വിജയൻ തുടങ്ങിയ ആൾക്കാരെല്ലാം അന്ന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അവിടെ വന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. വന്നതായിട്ട് എനിക്ക് അത്ര ഓർമ്മ പോരാ. പക്ഷെ പലപ്പോഴും അവിടെ വന്ന് കാണണം, വരാതിരിക്കില്ല. ഏതായാലും ഇങ്ങനെയുള്ള ഒരു ഓർമ്മ, അതായത് മറുനാട്ടിൽ, പ്രത്യേകിച്ചും ഡൽഹി, അവിടെ നമ്മുടെ നാട്ടിലെ അതേ രീതിയിലുള്ള ഓണാഘോഷം, എന്നിട്ട് ഓണസദ്യ ഒരുക്കുക, അതൊരുക്കിയിട്ടത് കഴിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക, അതൊരു വലിയൊരു അനുഭവമാണ്. ഞാൻ അക്കാര്യത്തിൽ വലിയ ഭാഗ്യവാനാണ്. ആ ഒരു കാര്യത്തിൽ ഡൽഹിയിലെ പഠിത്തം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശം എന്ന് ഞങ്ങൾ അന്യോന്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി കറന്ത് എന്ന വളരെ വലിയ പ്രശസ്തനായ നാടകകൃത്ത്, സംവിധായകൻ ഒക്കെയായ കന്നഡത്തിലെ അദ്ദേഹം അവിടെ വരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രേമ കറന്ത് എൻ്റെ കൂടെയായിരുന്നു പഠിച്ചത്. അപ്പോൾ അദ്ദേഹവും കൂടെ പങ്കുചേർന്നു എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മദ്രാസി എന്നാണ് പറയുക, കാരണം സൗത്ത് ഇന്ത്യൻസിനെല്ലാം മദ്രാസി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ പോയി നാടകം അവതരിപ്പിക്കുകയും അങ്ങനെ ആ ഒരു ജീവിതമാണോ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും തീരുമാനിച്ചില്ല, പക്ഷെ അതെങ്ങനെയാണ്, അതൊരു വല്ലാത്ത ഒരു സംഭവമായിരിക്കുമല്ലോ. കേരളത്തിൽ പോയിട്ട് എങ്ങനെ നാടകം കൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് വേണ്ട, രാഘവന് പറ്റിയതല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഘവന് തമിഴറിയാം, മലയാളം പോലെ തന്നെ തമിഴറിയാം. ഇവിടെ തമിഴ് നാടകക്കാർ വരുമ്പോഴൊക്കെ അവരെ സ്റ്റേജിൽ സഹായിക്കുന്നുണ്ട്, അവരുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് മദ്രാസിയിൽ പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അവിടെ വേണമെങ്കിൽ അവിടെയും നാടകം മലയാളത്തിലും അവതരിപ്പിക്കാം, തമിഴിൽ അവതരിപ്പിക്കാമല്ലോ. തമിഴ് ചെയ്യുന്ന വലിയ കലാകാരന്മാർ, വലിയ ഡയറക്ടേഴ്സ്, വലിയ പ്രൊഡ്യൂസേഴ്സ് അവിടെയുണ്ട്. അവർ മൂലം അവിടെ ചെയ്യാമല്ലോ. അവരെയൊക്കെ അറിയാമല്ലോ. അവരൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ ചെയ്യുന്നില്ലേ, കൂടെ അവരെ സഹായിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നു, അത്തരത്തിൽ നീങ്ങാവുന്നതാണ് എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ നേരത്ത്
എനിക്കൊരു ലെറ്റർ തന്നു. ഇത് കന്നഡ സിനിമയിലെ ഒരു ഭീഷ്മാചാര്യൻ, വളരെ വലിയ ഒരു സംവിധായകൻ, പ്രൊഡ്യൂസർ, സാഹിത്യകാരൻ, സിനിമ നിരൂപകൻ, എഴുത്തുകാരൻ, എല്ലാമായ GV അയ്യർക്കാണ് ഞാൻ ഈ എഴുത്ത് എഴുതുന്നത്.